അയ്യോ, നശിപ്പിച്ചല്ലോടിയല്ല എന്റെ ദൈവമേ. എനിക്ക് വയ്യ എന്റെ ഈശ്വരാ. അയ്യോ, ഇതിനാണോടി വിമല ഇവളെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് പോയത്? ദൈവമേ, അയ്യോ എനിക്ക് ജീവിക്കടി. നീ ഇങ്ങനെ നെഞ്ചു തടിക്കല്ലേ. ഒന്നാമത് ഹാർട്ടിന് സുഖം ഇല്ലാത്തതാ. ഇല്ലാത്ത കുഴപ്പം നീ ഉണ്ടാക്കല്ലേ. അതെ, ആവശ്യമില്ലാത്ത ഓരോന്ന് നീ ചെയ്തു കൂട്ടുമ്പോഴേ വയ്യാത്ത തള്ളയുടെ കാര്യം കൂടി ആലോചിക്കണം. ദൈവമേ, നീ ഇങ്ങനെ കരയില്ലേ. അയ്യോ, നീ ഇങ്ങനെ കിടന്ന് തൊള്ള തുറക്കാതെ. അറിയാത്തവരെ കൂടെ അറിയിക്കാനാ കെട്ടിച്ചു വിടേണ്ട പെണ്ണാ. ഇനി കരയിൽ അറിയാത്തവരായിട്ട് ആരടി ഉള്ളത്? തലയെ വെച്ച പേന എനിക്ക് താഴെ വെച്ച ഉറുമ്പരിക്കുന്ന വളർത്തിയല്ലേ ഞാൻ ഈ ഭൂദേവിയെ. അയ്യോ എന്റെ ദൈവമേ, ഇനി നീ മിണ്ടി പോവരുത്. എന്തായാലും നീ ചെയ്തത് ശരിയായില്ല. നിന്റെ അപ്പൻ ചത്ത് കാലം എത്രയായിട്ടും നാട്ടുകാരെ കൊണ്ടൊരു മോശം വാക്ക് പറയിച്ചിട്ടില്ല ഇവള്. ഇപ്പോഴും അമ്പലപ്പറമ്പ് നിറങ്ങി നാടകം കളിച്ചിട്ട് വരുവാ നിന്നെ വളർത്താൻ. വന്നു കേറുമ്പോ ഇങ്ങനൊക്കെ കേട്ടാലേ ആർക്കായാലും ദണ്ണം വരും. പറഞ്ഞു കൊടുക്കണേ അങ്ങോട്ട്. ഈ ഭൂദേവിയുടെ തലയ്ക്കകത്ത് മുഴുവൻ ചെളിയാ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അവനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകില്ല. നീ എങ്ങനെയെന്ന് പറഞ്ഞേക്ക്. എനിക്കാളെ ഇഷ്ടമാണ്. കൊല്ലും ഞാൻ നിന്നെ. എന്ത് കണ്ടിട്ടടി? അവന്റെ ഒരു ഉണക്ക ബോട്ടും ആട് മോന്തേം. അവന്റെ കൂടെ പൊറുക്കാന്നുള്ള പൂതി നിനക്ക് വേണ്ട. എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ എന്നെ സമ്മതിക്കത്തില്ല. ഗൾഫിൽ പോയി വന്നിട്ട് വേലയും കൂലിയുള്ള ഒരുത്തനെ കൊണ്ട് അന്തസ്സായിട്ട് ഞാൻ നിന്നെ കെട്ടിച്ചു വിടും. ഞാൻ ഗൾഫിൽ പോകുന്നില്ല. അയ്യോ വിമല, അയ്യോ എന്ത് പറ്റി? ദൈവമേ, എടി ജയേ, ഇത്തിരി വെള്ളം ഇങ്ങോട്ട് എടുക്കടി. ദൈവമേ, നീ ഒന്ന് കണ്ണു തുറന്നേ. ദൈവമേ, കയ്യിന്ന് പോയല്ലോടി വിമലെ. നീ ഒന്ന് അടങ്ങ്. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. കിടന്നേ, അവളിപ്പോ വെള്ളമായിട്ട് വരും. അമ്മ വലിയ പുകില. ഗൾഫിൽ പോകത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യില. വിളിക്കണേ. മാമച്ചനാ ആ എണ്ണം കെട്ടവൻ ഒക്കത്തിന് കാരണം. ഇങ്ങോട്ട് തന്നെ അവനെ ഞാൻ ഇന്ന്. ഹലോ, ആണോ? ശരി, ഞാൻ ഇപ്പൊ വരാം. ജയയുടെ വിസയുടെ കാര്യം ശരിയായിരുന്നു. ഓഫീസിലോട്ട് ചെല്ലാൻ. അവള് പറഞ്ഞൊന്നും നീ കാര്യാക്കണ്ട. നീ ചെല്ല, ഞാനും കൂടെ വരാം. ശരി, എഴുന്നേക്ക. എറണാകുളം ട്രാവൽസിൽ നിന്ന് ബഷീർക്ക് വിളിച്ചിരുന്നു. ഈ മാസം അവസാനത്തോടു കൂടി പോവാം. അതുകൊണ്ടേ കാശ് റെഡിയാക്കി വെക്കണം. വീടും പറമ്പും വിൽക്കണം. വേറെ മാർഗമൊന്നുമില്ല. പക്ഷേ അതിന് കരയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ വസ്തു വിൽക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതല്ല, ജയ് ഇപ്പൊ ഗൾഫിൽ പോകുന്നില്ലെന്നാ പറയുന്നേ. അതെങ്ങനെ ശരിയാവും? ഇന്റർവ്യൂവും കഴിഞ്ഞ് അഡ്വാൻസും കൊടുത്തിട്ട് പോകുന്നില്ലെന്നു. അത് നടക്കില്ല. എല്ലാത്തിനും കാരണം ആ ചക്കക്കുരു ഒറ്റ ഒരുത്തന കുടുംബം കലക്കി. അവനെന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, അവൻ എന്റെ മോക്ക് എന്തോ കൂടോത്രം ചെയ്തതാ. ജയശ്രീയുടെ പ്രായത്തിലുള്ള പെമ്പിള്ളാർക്ക് ആണുങ്ങൾ ചെയ്യുന്ന കൂടോത്രത്തിന്റെ പേരാണ് പ്രേമം. ഇപ്പോൾ അവൻ പറഞ്ഞാൽ അവൾ ഒളിച്ചോടും, പ്രസവിക്കും, വേണ്ടി വന്നാൽ രേവമ്മയെ വരെ ഉപേക്ഷിക്കും. ഉറപ്പാ. കൗമാരകാലേ കാമുക വചനം എന്ന് വെച്ചാലേ കൗമാരത്തില് കാമുകൻ പറയുന്നതേ കേൾക്കൂ. പുരാണത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തന്ത്രപരമായി നീങ്ങേണ്ട സമയം. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന് കേട്ടിട്ടില്ലേ? ഓ റോ. ഗൾഫിൽ പോകണമെന്ന് ഗോപനെ കൊണ്ട് പറയിപ്പിക്കുക. ഗോപൻ പറഞ്ഞാൽ അവള് പോകും. കണ്ണകന്നാൽ മനസ്സകന്നു. ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അവൾ അവനെ മറക്കും. ഉറപ്പല്ലേ? അതെങ്ങനെയാ? അവക്ക് പ്രേമ അസ്ഥിക്ക് പിടിച്ചേക്കുമല്ലേ? അസ്ഥിയെല്ലാം മഞ്ഞുരുകുന്നത് പോലെ ഉരുകും. അവള് പോകുന്നതേ ദുബായിലേക്കാ. ഈ കുട്ടനാട്ടിൽ ഇവനെ പോലത്തെ ഒരു പീസേ ഉള്ളൂ. പക്ഷെ ദുബായിലോ ബെൻസ് കാറും കാഡ്ലിയാക്കും ഓടിച്ചു നടക്കുന്ന ഇവനെ പോലത്തെ ഒരുപാട് പീസുകളുണ്ട്. അവരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇവിടെ ഈ ഓഞ്ഞ വള്ളവും തുഴഞ്ഞു നടക്കുന്ന ഇവനെ അവള് മറക്കും. എന്നാ ചെല്ല, ഗോപൻ ബോട്ടിനകത്തുണ്ട്. അവനോട് ചെന്ന് ഇങ്ങനെ പറയണം: എടാ ഗോപ, നീ എങ്ങനെയെങ്കിലും ജയശ്രീ നിർബന്ധിച്ച് ഗൾഫിലേക്ക് അയക്കണം. അവള് പോയി വന്നാലുടൻ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരും. അതിലവൻ വീഴും. പോകുന്നത് വരെ അവര് പ്രണയിച്ച് നടക്കട്ടെ. ചേച്ചി ഒന്ന് കണ്ണടച്ചു കൊടുത്തേക്കണം. അല്ലേ വിമലേച്ചി? അതെ. ഞാൻ കണ്ണടയ്ക്കുമ്പോ അവൻ വല്ല കുരുത്തക്കേടും കാണിച്ചാലോ? തീ പിടിച്ചു നിൽക്കണ പ്രായോ. അവനെ നല്ല അന്തസ്സുള്ള ചെറുപ്പക്കാരനാ. അവന് തീ പിടിക്കില്ല. ഇനി അഥവാ അവൾക്ക് തീ പിടിച്ചാൽ അവൻ വെള്ളം കോരി ഒഴിച്ച് കെടുത്തിക്കോളും. ചെല്ലി രേവമ്മ, എങ്ങനെയെങ്കിലും അവനൊന്ന് വളച്ചെടുക്ക്. പിന്നെ അവിടെ ചെന്നിട്ട് നന്നായിട്ട് അഭിനയിക്കണം. എന്ത്? ഓൾ ദി ബെസ്റ്റ്.
വാ ഗോപ. ആ ഇരിക്കൂ. കുടിക്കാൻ കരിക്കും വെള്ളം വേണ്ട. ഞാൻ വീട്ടിൽ വന്ന് കാണാനിരിക്കുകയായിരുന്നു. തെറ്റെൻ്റേതാ. കുറച്ചു നേരം അവളുമായിട്ട് സംസാരിച്ചിരിക്കാനേ കരുതിയുള്ളൂ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ല. പോലീസ് കൊണ്ടുപോയിന്ന് കേട്ടപ്പോ എന്റെ ചങ്ക് പെടഞ്ഞു പോയി. സത്യം പറയാലോ, കൂടെ നീയാന്നറിഞ്ഞപ്പോ സമാധാനായി. കാശിന്റെ കാര്യം പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ടെങ്കിലും നിന്നെ എനിക്ക് വലിയ ഇഷ്ടാ. നിന്റെ ആ ചുറുചുറുക്കും ഇംഗ്ലീഷും വീട് നോക്കാനുള്ള ആ ഉത്തരവാദിത്വം, പിന്നെ നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ അല്ലേടി? എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മതി, എന്റെ മരുമോന് ഇത്രയും ഗുണങ്ങൾ മതി. ഇനി അവള് നിനക്കുള്ളതാ. പക്ഷേ ഒരു കാര്യം മാത്രം മോനെ എനിക്ക് സാധിച്ചു തരണം. പറഞ്ഞോളൂ അമ്മേ. അവളെ കല്യാണം കഴിച്ചു വിടുന്നതിന് മുമ്പ് അവള് സ്വന്തം കാലിൽ നിൽക്കണം, 10 കാശുണ്ടാക്കണം, ഒരു വീട് വയ്ക്കണം എന്നൊക്കെ എന്റെ ഒരേ ഒരു ആഗ്രഹം. അതാ ഞാൻ അവളെ ഗൾഫിൽ വിടാന്ന് വെച്ചത്. ഒരു 5 കൊല്ലം അവൾ അവിടെ ജോലി നോക്കിയിട്ട് വന്ന പിറ്റേ ദിവസം നിന്റെ കയ്യിൽ ഞാൻ അവളെ ഏൽപ്പിച്ചു തരും. ഇപ്പൊ അവൾ അതിന് പോണില്ലെന്നാ പറയുന്നത്. അതൊക്കെ ഞാൻ ഏറ്റു. അവളെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം അല്ലേ? പിന്നെ അമ്മ ധൈര്യമായിട്ട് ചെല്ല്. ശരി മോനെ. ശരി അമ്മേ. സൂക്ഷിച്ച്. വരട്ടെ. ഓ ആയിക്കോട്ടെ. നിങ്ങൾക്ക് പ്രേമിക്കാനുള്ള ലൈസൻസിന് വേണ്ടി റെഡിയാവാത്ത വിസ റെഡിയായെന്ന് പറഞ്ഞ് തള്ളയെ പറ്റിക്കാൻ കൂട്ടുനിന്നവളാണ് ജയശ്രീ. അവള് ഗൾഫിലെത്തിയാല് നിന്നെ മറക്കോ? ഒരിക്കലുമില്ല. എന്നോടുള്ള സ്നേഹത്തിന്റെ പേരില അവള് കള്ളം പറഞ്ഞു. പരിശുദ്ധ പ്രേമത്തിന്റെ വിജയത്തിന് അമ്മേ ഒരു കള്ളവൊക്കെ ഓക്കെയാടാ. ഓക്കെ. നിക്കണ അവിടെ. എന്റെ മോളെ പോലീസുകാർ കൊണ്ടുപോയപ്പോ നിന്റെയൊക്കെ നെഞ്ചത്തെ വെള്ളം ഇറങ്ങിയല്ലടാ. എടിപൊടിന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ നിന്റെയൊക്കെ വായില് പല്ലി ഞാൻ അടിച്ചു നിർപ്പിക്കും. കൊണ്ട് എഴുന്നള്ളിച്ചോണ്ട് നടന്നോടാ ഒരു പകൽമാന്യൻ പെണ്ണുപിടിയൻ. നീയൊക്കെ അനുഭവിക്കാൻ പോണേ ഉള്ളൂ. ഞാനാടാ പറയുന്നേ, നശിച്ച് നാറാണ കല്ല് കാണും. ഇല്ലാതെ പറഞ്ഞു. അവരുടെ 2 കിട്ടിയിട്ട് അവന് മതിയായില്ല. നാടക ഡയലോഗാ. പൊക്കോട്ടെ ടോമിയെ. ഓ അവളെ ഒന്ന് ചുണ്ണാമ്പ് വെച്ച് വെച്ചേര്. നേരം കാലമൊക്കെ വെക്കുമ്പോ മുറുക്കും. എണ്ണപ്പലഹാരം ഇഷ്ടമാണ്. തവള ഇറച്ചി കിട്ടൂ. എടോ 6 ബ്ലോക്കിന് 3.5 ഏക്കർ, 28 സെന്റ് ചിറ, ബാക്കി നിലം. എത്രയും പെട്ടെന്ന് വിറ്റ് തരണം. വിറ്റ് തന്നിരിക്കും. എന്നെ ചാവറയച്ചൻ കാത്ത് ടിപ്പറിന്റെ അടിയിൽ തലവച്ച അവസ്ഥയാ. ബാബു വെള്ളം അടിപ്പിക്കണം. എന്താടാ സന്തോഷം? ഇന്ന് നീ ചേട്ടനും ചേച്ചിയും തപ്പി നടക്കണ്ട, കേറ്റിക്കോ. ഡേ ക്രൂയിസാ പറഞ്ഞിരിക്കുന്നേ. നിന്റെ വാചകത്തിൽ ഓവർനെറ്റ് ആയിക്കോളൂ. അത് ഞാൻ ഏറ്റു. ഹലോ. Only 500 meters from here. Our houseboat is waiting. That's good. Please. നമസ്തേ. വെൽക്കം. കം ഓൺ. വൽദലി ജരു വൽദലി. അങ്ങനെ മിടുക്കി. കം ഓൺ മിടുക്ക. കേറ്. അവിടെ ഇരി. പുന്നമടയിലെ അപ്പച്ചന്റെ തറവാട്. അവിടെ അപ്പച്ചന്റെ അനിയന്റെ മോന്റെ മനസ്സമ്മതം. അവിടെ പോയത്. ഇത് എന്റെ ആങ്ങളെയാ. അറിയാം. ഹലോ. ചേച്ചിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കൊരു കുറ്റബോധ. ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായേ. ഗോപനൊരു നിമിത്തം മാത്രമാ. കുര്യച്ചൻ ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ലിസ് ചേച്ചി വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് എൻ്റെ അഭിപ്രായം. ആ 6 ബ്ലോക്കിലെ 3.5 ഏക്കർ വിറ്റ് കൊടുക്കണമെന്ന് കുര്യച്ചൻ മാമച്ചനോട് പറഞ്ഞേക്കുവോ? കുര്യച്ചന്റെ അമ്മച്ചിയുടെ പേരിലാ സ്ഥലം. അതുകൊണ്ടെന്താ അവരെ കൊണ്ട് ഒപ്പിടിച്ചാൽ ഈ കിടക്കുന്ന സ്ഥലം എല്ലാം വിറ്റത്. ഇക്കണക്കിന് പോയ കുര്യച്ചൻ അതും
പോട്ടെ ഗോപ. ഓ എന്നാ ശരി. ശരി.